ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആപ്സ് ടെറസിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ യൂട്യൂബിൽ കൊച്ചിക്കാരി എന്ന് പറഞ്ഞ ചാനലിൽ പരിപ്പട ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പം തൊട്ട് എനിക്കൊരാഗ്രഹം പരിപ്പട കഴിക്കണമെന്ന്. അപ്പം അങ്ങനെ എന്നാൽ പിന്നെ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് തലേന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഉണ്ടാക്കിയ ഒരു കൊച്ചു വ്ളോഗാണ് ഇത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുമായിരുന്നു. ഇതിന് മെയിനായിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പച്ചമുളക്, സവാള, പിന്നെ ഇഞ്ചി, പിന്നെ വറ്റൽമുളക്, ഇത്രയും മതി. പിന്നെ കരിയാപ്പില, ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പം ഇവിടെ ഞാൻ US വന്നതിന് ശേഷം നമുക്കിപ്പോൾ പെട്ടെന്നൊരു 4 മണി പലഹാരം വേണമെന്ന് വെച്ചാൽ ഓടിപ്പോയി ടൗണിൽ പോയി നമ്മൾ നാട്ടിൽ വാങ്ങുന്ന പോലെ വാങ്ങിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വരും, ഇല്ലെങ്കിൽ പിന്നെ വീക്കെൻഡിലോ വല്ലതും നമ്മൾ കുറച്ച് ദൂരെയാണ്, അപ്പം അവിടെ പോയി വാങ്ങിക്കേണ്ടി വരും. അപ്പം എന്തായാലും ഞാനിങ്ങനെ ആലോചിച്ചു, നാട്ടിലായിരുന്നെങ്കിൽ ഓടിപ്പോയി വാങ്ങിയാൽ മതിയായിരുന്നല്ലോ എന്ന് ആലോചിച്ചു. എന്തായാലും എപ്പോഴും നാട്ടിൽ നിന്ന് വെളിയിലാവുമ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ നിൽക്കണമല്ലോ. അപ്പോൾ ഈ കടലപ്പരിപ്പാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പം ഞാൻ രാവിലെ ഒരു 11 മണിയായപ്പോൾ തന്നെ ഇത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ഏകദേശം 3:30-4 മണിയായെന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും ഈ ഒരു പരിപ്പ് ഉപയോഗിച്ച് വേണം വെക്കാൻ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇത് ഞാൻ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഡ്രെയിൻ ചെയ്ത് നിങ്ങളൊരു 10 മിനിറ്റ് മുന്നേ ഡ്രെയിൻ ചെയ്തെടുത്താൽ അത്രയും നല്ലത്. അപ്പം ഞാനത് മറന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചു, അതൊന്ന് ഇതാകാൻ വേണ്ടിയിട്ട്, അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടത്തില്ല. ആ ഷേപ്പിൽ കിട്ടാതെ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ആ ഷേപ്പ് വരണമെങ്കിൽ നല്ല വെള്ളം ഒട്ടും ഇല്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു 2 മിനിറ്റ് മാത്രമേ ഞാൻ ഡ്രെയിൻ ചെയ്ത് വെച്ചുള്ളൂ. അത് കഴിഞ്ഞ് മിക്സിയിലോട്ട് ഇട്ടിട്ട് ഞാൻ കറക്കി ഒന്ന് എടുക്കുവാണ്. അപ്പോൾ ഫുള്ളും നമ്മൾ അതിനകത്ത് ഇടരുത്, കുറച്ചൊരു 2-3 സ്പൂണ് ഈ കടല മാറ്റി വെക്കണേ. അത് നമ്മൾ പിന്നീട് കണ്ടിട്ടില്ലേ പരിപ്പുവടയിൽ കുറച്ച് കടല അല്ലാതെ ഇരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലതായിട്ട് മിക്സിയിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കും. ഇത് ഒറ്റയടിക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കരുത്, ഒരു 2-3-4 സെറ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ എടുക്കാവൂ. ഒറ്റ ഇതിൽ അത് ആകത്തില്ല. നമ്മളത് മാറ്റി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ കടലയില്ലേ, അതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കണേ. ഞാൻ അളവ് പറയാൻ മറന്നുപോയി. ഞാനൊരു 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇപ്പം ഒരു അരമുറി സവാള എടുത്തിട്ടുണ്ട്, പിന്നെ കരിവേപ്പില ഇട്ടു, പിന്നെ ഒരു പിഞ്ച് ഇഞ്ചി, പിന്നെ പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. കാരണം ഇവിടെ മോളുള്ളതുകൊണ്ട് ഒരുപാട് എരി വേണ്ടാത്തതുകൊണ്ടാണ് ഒരു പച്ചമുളക് എടുത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 എടുക്കേണ്ട, 2 പച്ചമുളകും പിന്നെ ഒരു 3 വറ്റൽമുളകും കൂടെ പീസാക്കിയതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇതിനൊരു റെഡ് കളർ വരാൻ വേണ്ടി 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട്. വേണേൽ അത് ഓപ്ഷനിലാണ്, വേണ്ടെങ്കിൽ ഇടണ്ട, ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കായത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കായത്തിൻ്റെ പൊടി ഇടുമ്പോൾ ഒരു നല്ല മണം ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ, ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതേപോലെ ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തണം. ആക്ച്വലി നമ്മുടെ പരിപ്പുവടയ്ക്കെന്ന് പറഞ്ഞാൽ നടുക്ക് കുറച്ച് കട്ടി വന്നിട്ട് സൈഡിൽ പോയിൻ്റായിട്ടാണ് വരേണ്ടത്. കറക്റ്റ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇതിന് മുന്നേ ഉഴുന്നട ഉണ്ടാക്കിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ, അത് ഇതേപോലെ തന്നെയാണ്. അപ്പം ഞാൻ ഉരുട്ടുന്ന കണ്ടിട്ട് എന്താണെന്നറിയാൻ ഒരാൾ വന്ന് നോക്കിയിട്ട് പോയി. അപ്പം കണ്ടപ്പം മനസ്സിലായി വേറെ എന്തോ അവൾക്ക് വേണ്ട സാധനമല്ല. അവളപ്പോൾ തിരിച്ചു പോയി അതുപോലെ അവിടെ ഇരുന്നു.
അത് കഴിഞ്ഞ് ഞാനത് എല്ലാ ഉരുളകളും ഇതേപോലെ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏകദേശം 10 പരിപ്പുവടയ്ക്കുള്ളതുണ്ടായിരുന്നു. 10 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു കപ്പ് നമ്മളെടുത്ത ഒരു 10 ഉഴുന്നുവടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും നോക്കാം. അപ്പം ഞാൻ ചെറിയ പീസ് ഇട്ട് നോക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൊങ്ങി വരണം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ നമ്മുടെ ഈ പരിപ്പുവട അതിനകത്ത് ഇടുകയാണ്. ഇനി ചൂട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളൊന്നും വേവാത്തതല്ലേ, അതുകൊണ്ട് തന്നെ ഉള്ളൊക്കെ വേവണമെങ്കിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ആ ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഇനി നമ്മൾ വെള്ളം ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പം തീരെ വെള്ളം ഒഴിക്കാതെ വേണം മിക്സിയിൽ. അപ്പം മിക്സിയിൽ ആക്കുമ്പോഴും ഒരുപാടിട്ട് നമ്മൾ മിക്സിയിൽ ഇടരുത്. മിക്സിയുടെ ഒരു 1/4 ഭാഗം വെച്ച് നമ്മൾ കറക്കിയെടുക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ മിക്സി കേടാകാനും സാധ്യതയുണ്ട്. അങ്ങനെ പരിപ്പടയൊക്കെ റെഡിയായി. അപ്പം മോൾക്ക് കൊടുത്തപ്പം മോൾക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല, അവൾക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഒത്തിരി ഇഷ്ടമല്ലെന്നേ ഉള്ളൂ, ഉഴുന്നുവടയാണ് കുറച്ചുകൂടെ ഇഷ്ടം. നാട്ടിലൊക്കെ ആണെങ്കിൽ വെളിയിൽ പോയി പെട്ടെന്ന് പോയി വാങ്ങിക്കാം, പക്ഷേ ഇവിടെ നമ്മളിങ്ങനെ ഉണ്ടാക്കി തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവൾക്ക് എരി ഒട്ടും പറ്റത്തില്ലെന്ന്. അപ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര എരിയാണെന്ന് പറഞ്ഞ് വെള്ളം വേണമെന്ന് പറഞ്ഞ് വഴക്കായിരുന്നു. പിന്നെ അവസാനം ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. അവൾക്ക് തീരെ എരി പറ്റത്തേയില്ല. പിന്നെ ആണെങ്കിൽ ബാക്കിയുള്ളതും കൂടെ ഞാൻ അതേപോലെ ചുട്ടെടുത്ത് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടോടുകൂടെ കഴിക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു ഇത് മാറി തുടങ്ങും, ക്രിസ്പിനെസ് കുറഞ്ഞു വരും. അതുകൊണ്ട് ചൂടോടെ മാക്സിമം കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ആൾക്ക് കഴിക്കണമെന്നുണ്ട്, എന്നാൽ എരിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ കൊടുത്തു. അപ്പോൾ സൈഡിൽ ആൾ കഴിക്കുകയും കുടിക്കുകയും കൂടെ ചെയ്തിട്ട് അതിങ്ങനെ ഫുള്ള് തീർക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെങ്കിൽ വെളിയിലൊരു സിറ്റ് ഔട്ടുണ്ട്. അപ്പം ഇടയ്ക്കൊക്കെ നമ്മളവിടെ പോയി ഇരിക്കും. കൂടുതലും ഞാനും മോളുമാണ് ഇരിക്കുന്നത്. അപ്പം ഇവിടെ നല്ല ചൂടാണ്. അപ്പം ഞാനിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ എപ്പോഴും ഇവിടെ വന്ന് ഇരിക്കുന്നു വിചാരിക്കല്ലേ. ഞാൻ അങ്ങനെയൊന്നും ഇവിടെ വന്ന് ഇരിക്കാറില്ല, വല്ലപ്പോഴും ഇരിക്കാറുണ്ട്. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഉള്ളിൽ തന്നെ കുറച്ചുകൂടെ തണുപ്പ്. അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ തന്നെ AC ഇട്ട് അങ്ങനെ വല്ലതും ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെളിയിൽ വന്നിരുന്ന എൻ്റെ മോക്കും വെളിയിൽ വന്നിരിക്കണം. അങ്ങനെയാണ് അങ്ങനെ വന്നിരുന്നാൽ ഇവിടെ കുറച്ച് നേരം അടങ്ങി അവൾ ഇരുന്നോളും. ഇങ്ങനെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെടിയൊക്കെ കണ്ട് കുറച്ച് നേരം അടങ്ങി അവിടെ ഇരുന്ന് തിന്നും. അത് കഴിയുമ്പോൾ ക്ഷമയൊക്കെ കെട്ടിട്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ കളിക്കാനും ഒക്കെ പോവും. അങ്ങനെ ഞങ്ങളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ രണ്ടെണ്ണം കൂടെ ബാക്കി നമ്മുടെ പരിപ്പുവട ചുടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോയി അതുകൂടെ ചുട്ടിട്ടല്ല അതുകൂടെ മാറ്റിയിട്ട് ഞാൻ പിന്നെയും വന്ന് 2 പരിപ്പുവടയും കൂടെ എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെളിയിൽ കുറച്ച് നേരം കൂടെ ഇരുന്നു. അപ്പം മോൾക്ക് ഇവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവൾക്ക് ആരെങ്കിലും കൂടെ വേണം. ഞാൻ ഒറ്റയ്ക്ക് വിടത്തുമില്ല, കാരണം ചില ജീവികളൊക്കെ വെളിയിൽ കാണും. അപ്പം പിന്നെ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഞാനുള്ളപ്പം മാത്രം അവൾ വന്ന് അവിടെ ഇരിക്കും, അവൾക്ക് ഇഷ്ടമാണ്. പിന്നെ എന്തെങ്കിലും ഇന്ത്യൻ കോളൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മളിവിടെ വന്നിരിക്കാറുണ്ട്. അതിനൊക്കെ അവൾക്ക് ഇഷ്ടമാണ് ഇവിടെ ഇരിക്കാൻ. പക്ഷെ തന്നെ ഇരിക്കാനും അവൾക്കൊരു പേടിയാണ്. അങ്ങനെ ഇവളുടെ കളിപ്പാട്ടങ്ങളാണ് ഇതെല്ലാം വെച്ചിട്ടാണ് അവൾ കളിക്കുന്നത്. അപ്പം ഒരു സൈക്കിളിലിരുന്ന് മറ്റേ സൈക്കിളിൽ ചവിട്ടി ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ പാട്ട് കേൾക്കുന്ന പോലെയൊക്കെ കാണിക്കുക, ഇതൊക്കെയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് അവളുടെ ഫേവറേറ്റ് ടോയ്, ഈ ഒരു മങ്കി. അത് അവളുടെ ഏറ്റവും ഫേവറേറ്റ്. തീരെ ചെറുതായിരുന്നപ്പോഴേ പപ്പ വാങ്ങിച്ചു കൊടുത്തതാണ് അപ്പം അതവൾക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതിനെ ഇങ്ങനെ സൈക്കിള് വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഈ സമയമാണെങ്കിൽ ഹസ്ബൻഡ് വെളിയിൽ പോയേക്കുമായിരുന്നു സാധനമൊക്കെ വാങ്ങിക്കാൻ. അപ്പം ഞാൻ സാധനം വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സാധനം കൂടെ കൊണ്ട് കൊടുക്കാൻ വന്നതാണ്. അതാണ് ഈ സ്ട്രോളർ. എന്തിനാണ് ഈ സ്ട്രോളർ കൊടുക്കുന്നതെന്ന് ഇപ്പം കാണിച്ചു തരാം. അപ്പം അവൾക്ക് എല്ലാ സാധനങ്ങളും കൊണ്ട് വെക്കണം, അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാൻ. ഞാൻ തുണിയൊക്കെ മടക്കി വെക്കുകയാണെങ്കിൽ അവളും മടക്കി വെക്കും. അങ്ങനത്തെയൊക്കെ കുറച്ച് ഹെൽപ്പൊക്കെ എനിക്ക് ചെയ്തൊക്കെ തരും. അപ്പം ഞങ്ങൾ സ്ട്രോളർ കൊണ്ട് കൊടുത്ത് എന്തിനാന്ന് വെച്ചാൽ ഇവിടുന്ന് വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ മിനറൽ വാട്ടറാണ് കുടിക്കുന്നത്. കാരണം അത്ര ഇതല്ല, സേഫല്ല നമ്മുടെ മറ്റേ ഫിൽറ്ററുള്ള വാട്ടർ. അതുകൊണ്ട് നമ്മളിപ്പം മിനറൽ വാട്ടറാണ് കുടിക്കുന്നത്. അപ്പം അത് എടുത്തുകൊണ്ട് വരാൻ കുഞ്ഞിൻ്റെ സ്ട്രോളറിലാണ് ഇപ്പം എടുത്തുകൊണ്ട് വരുന്നത്. അതായത് നമുക്കൊരു ട്രോളി പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ സ്ട്രോളർ. ഇപ്പം അവളങ്ങനെ സ്ട്രോളറിലൊന്നും ഇരിക്കാറേ ഇല്ല. അപ്പം വെളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ അകത്ത് കയറത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. വെളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൂടെയൊക്കെ നടക്കുക, അവിടെ സ്റ്റെയർ കേസ് ഉണ്ട്, അതിൽ കയറുക, കളിക്കുക, അങ്ങനത്തെയൊക്കെയാണ് അവൾക്കിഷ്ടം. അപ്പം ഞങ്ങളാണെങ്കിൽ കോസ്കോയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. കോസ്കോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഹോൾസെയിലായിട്ടുള്ളൊരു ഷോപ്പാണ്. അപ്പം നമ്മൾ ബൾക്കായിട്ട് ഒരു മാസത്തിലൊരിക്കലൊക്കെ പോയി വാങ്ങിക്കാറുണ്ട്. അപ്പം ഹസ്ബൻഡ് വന്നതുകൊണ്ട് നമ്മൾ അപ്പോഴത്തേക്ക് ചായ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം അപ്പോഴത്തേക്ക് പരിപ്പയുടെ ഭയങ്കര ചൂടൊക്കെ ഇച്ചിരി ഒന്ന് കുറയല്ലോ എന്നൊക്കെ വെച്ചിട്ട് ഇരുന്ന് അങ്ങനെ നമ്മൾ ഒരു ഏലക്കായും പിന്നെ നമ്മുടെ തേയിലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു ചായയൊക്കെ റെഡിയാക്കി. അപ്പം ഞാൻ കോസ്കോയിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചെന്ന് കാണിക്കാം. ഇതൊക്കെയാണ് വാങ്ങിച്ചത്. തൈരൊക്കെ നമ്മൾ കോസ്കോയിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. ഇവിടെ തൈരെന്നല്ല, ദഹി എന്നാണ് പറയുന്നത്. ഞാൻ ട്രൈപോഡ് വെച്ച് ഇങ്ങനെ ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ എൻ്റെ റിസ്ക് ഇതാണ്. ഒരാൾ വന്ന് എപ്പോഴും അത് തട്ടും. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് തട്ടി മാറ്റാൻ. ആ സമയത്തേക്ക് നമ്മുടെ ചായയൊക്കെ റെഡിയായി. ഇനി ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പോൾ ചിലവർക്ക് ചായക്ക് മധുരം വേണം, ചിലവർക്ക് മധുരം വേണ്ട എന്നൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് അതിനകത്തോട്ടിടാം. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ചായ ഇട്ടിട്ട് അതിലോട്ട് ഞാനിങ്ങനെ പഞ്ചസാര, ഓൾറെഡി പഞ്ചസാര ആ കപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇളക്കും. എന്നിട്ട് വീണ്ടും ബാക്കി പാലും ഞാൻ അതിലോട്ട് ഒഴിക്കും. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ആരൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല. ഞാൻ എൻ്റെ എളുപ്പമാർഗ്ഗത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അവിടെ വെച്ചിരുന്ന ചായ തികഞ്ഞില്ല, കണ്ടോ. 2 ഈക്വലാക്കാനായിട്ട് ഞാൻ സ്പൂണൊക്കെ എടുത്ത് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ആ സമയം അവൾ വേറൊരു പരിപ്പടയും കൂടെ കയ്യിലാക്കിയിട്ടുണ്ടായിരുന്നു. കഴിക്കാനാന്നൊക്കെ വിചാരിക്കും, പക്ഷേ അതിൻ്റെ പകുതി പോലും അവൾ കഴിച്ചില്ല. അത് കഴിഞ്ഞപ്പം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച്, സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ധൃതിയായിപ്പോൾ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോവും. കണ്ടല്ലേ, 7:30 കഴിഞ്ഞു ഇവിടെ. പക്ഷേ നല്ല വെട്ടമാണ്. ഈ സമയത്താണ് നടക്കാൻ പോകുന്നത്, കാരണം വെയിൽ അപ്പോൾ കുറയുക. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വ്ളോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാനൂടെ മറക്കല്ലേ.